ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ലങ്കൻ പേസ് ബോളർ അസിത ഫെർണാണ്ടോയുമായുള്ള വാക്കേറ്റത്തിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാൾ. ഇതുമായി ബന്ധപ്പെട്ട് ക്രിക്ബസ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച ഒരു റീലിലാണ് യശസ്വി കമന്റ് ചെയ്തത്. അയാൾ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായം പറയാൻ നിൽക്കരുതെന്നും ആരെങ്കിലും അതിര് കടന്നാൽ പോരാട്ടത്തിലൂടെ ഇന്ത്യ അവർക്ക് മറുപടി നൽകുമെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ടെന്നും യശസ്വി കുറിച്ചു. ടെസ്റ്റിന്റെ ഒന്നാം ദിവസം 17-ാം ഓവറിലെ അവസാന പന്തിലാണ് വാക്കേറ്റത്തിന് കാരണമായ സംഭവം ഉണ്ടായത്. ഈ ഓവറിൽ അസിത ഫെർണാണ്ടോയെ 3 ഫോറുകൾ അടിച്ച് അർദ്ധ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്നു യശസ്വി ജയ്സ്വാൾ. എന്നാൽ അവസാന പന്തിൽ ആ താരത്തിന്റെ ബെയിൽസ് അസിത ഇളക്കുകയും ചെയ്തു. 45 റൺസിന് ഔട്ടായ യശസ്വി ഗ്രൗണ്ട് വിടാൻ ഒരുങ്ങി. എന്നാൽ ആഘോഷത്തിനിടെ ലങ്കൻ താരങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ ഏതോ ഒരു വാക്ക് ഇന്ത്യൻ താരത്തെ ചൊടിപ്പിക്കുകയായിരുന്നു. തിരിഞ്ഞ് നടന്ന് അസിതയുമായി യശസ്വി വാക്ക് തർക്കത്തിലേർപ്പെട്ടു. ഇരുവരും പരസ്പരം തല മുട്ടിക്കുകയും ചെയ്തു. ആ സമയത്ത് ലങ്കയുടെ മറ്റ് താരങ്ങൾ ഇടപെടുകയും യശസ്വിയെ പിടിച്ചു മാറ്റുകയുമായിരുന്നു. ഇതിന് പിന്നാലെ യശസ്വിയെ വിമർശിച്ച് രവീന്ദ്ര ജഡേജയും ചേതേശ്വർ പൂജാരയും രംഗത്ത് വന്നിരുന്നു. താരത്തിനെതിരെ ICC നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഹർഷ ബോഗ്ലെ ഉൾപ്പെടെയുള്ള മുൻ താരങ്ങളും ക്രിക്കറ്റ് നിരീക്ഷകരും ജയ്സ്വാളിന്റെ പെരുമാറ്റത്തെ വിമർശിച്ച് രംഗത്ത് വന്നു. തർക്കങ്ങളിലേക്ക് പോകാതെ ശാന്തനായി മടങ്ങണം എന്നായിരുന്നു ഹർഷ ബോഗ്ലെയുടെ അഭിപ്രായം. എന്നാൽ ക്രിക്ബസ് പങ്കുവച്ച ബോഗ്ലെയുടെ വീഡിയോക്ക് താഴെ മറുപടിയുമായി ജയ്സ്വാൾ തന്നെ നേരിട്ടെത്തി മറുപടി നൽകി. അയാൾ എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായി അറിയില്ലെങ്കിൽ ദയവായി വിധി കൽപ്പിക്കാൻ വരരുത്. ആരെങ്കിലും പരിധികൾ ലംഘിച്ചാൽ അത് പോരാടാനും മറുപടി നൽകാനും മടിക്കാത്ത പുതിയ ഇന്ത്യയാണെന്ന് അവരെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ടെന്നാണ് ജയ്സ്വാൾ മറുപടി നൽകിയത്. കളിക്കളത്തിൽ ശാരീരികമായി ഏറ്റുമുട്ടലിന്റെ വക്കിലെത്തിയതിനാൽ ICC പെരുമാറ്റച്ചട്ടം പ്രകാരം ജയ്സ്വാളിനും ഫെർണാണ്ടോയ്ക്കുമെതിരെ നടപടി ഉണ്ടാകാനും സാധ്യതയുണ്ട്. കാര്യമായ കളിമികവൊന്നും ഇപ്പോൾ ഇല്ലെങ്കിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ ശ്രീലങ്ക എപ്പോഴും ശ്രമിക്കാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന ഇന്ത്യ ശ്രീലങ്ക മത്സരത്തിലും കയ്യാങ്കളികൾ ഉണ്ടായിരുന്നു. സൂപ്പർ ഓവറിൽ ഇന്ത്യ പരാജയപ്പെട്ടതിന് പിന്നാലെ താരങ്ങൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. മൈതാനം വിടാൻ ഒരുങ്ങിയ കൗമാരതാരം വൈഭവ് സൂര്യവംശിയോട് വീട്ടിൽ പോകൂ, ഇന്നത്തെ കളി കഴിഞ്ഞുവെന്ന് ശ്രീലങ്കൻ താരമായ വിഷൻ ഹലംബാംഗെ പറഞ്ഞതാണ് വൈഭവിനെ ചൊടിപ്പിച്ചത്. തുടർന്ന് വൈഭവ് ലങ്കൻ താരത്തെ പിടിച്ച് തള്ളുകയായിരുന്നു. മറ്റു താരങ്ങളും മാച്ച് ഒഫീഷ്യലുകളും പെട്ടെന്ന് തന്നെ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. സംഭവത്തിന് ശേഷം ശ്രീലങ്കൻ ഡ്രസ്സിംഗ് റൂമിൽ ഇക്കാര്യം ചർച്ച ചെയ്തതായും റിപ്പോർട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിനോട് ഖേദപ്രകടനം നടത്തണമെന്നാണ് ചിലർ ആവശ്യപ്പെട്ടെന്നും പറയുന്നു. കാരണം മതിയായ വെളിച്ചമില്ലാതെയാണ് സൂപ്പർ ഓവർ നടത്തിയത്. സൂപ്പർ ഓവറിൽ നേരിട്ട് 2 പന്തുകളിൽ 5 റൺസ് മാത്രം നേടിയ സൂര്യവംശി നിരാശനായിരുന്നു. വിജയം ആഘോഷിക്കുന്ന ശ്രീലങ്കൻ കളിക്കാർ കരികിലൂടെ നടന്നു പോകുമ്പോഴാണ് ഹലംബാംഗെ വൈഭവിനെ കളിയാക്കുന്നത്.